പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം. എന്നാൽ ദുഷ്ടന്മാർ ദേശത്തുനിന്ന് ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. അത്യുന്നതനായ ദൈവം എല്ലാവരെ സംബന്ധിച്ചും ആഗ്രഹിക്കുന്നത് അവർ നിലനിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നവരും ശ്രേഷ്ഠന്മാരും നന്മ അനുഭവിക്കുന്നവരും ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകുന്നത് നീതിമാന്മാർക്കും നേരുള്ളവർക്കും നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവർക്കുമാണെന്ന് ഓർപ്പിക്കുമ്പോൾ തന്നെ ദുഷ്ടതയും തിന്മയും കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ദൈവം നന്മ നൽകുന്നില്ല എന്നും മാത്രമല്ല അവർ ദൈവത്തിൻ്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നും ഓർപ്പിക്കുക തന്നെയാണ് ഈ വചനത്തിൽ ചെയ്തിട്ടുള്ളത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് നീതിയോടെ ജീവിക്കുന്ന സാധുക്കളായ ആളുകളുടെ ന്യായമായ വാക്കുകളെ അഹങ്കാരികളായ ദുഷ്ടന്മാരായ ദ്രോഹികളായ ആളുകൾ മറിച്ചു കളഞ്ഞിട്ട് അവരെ അധികമായി പീഡിപ്പിക്കുകയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുവാൻ ചില ആളുകൾ മനസ്സ് വെച്ചു എന്നുള്ളതാണ്. തൽഫലമായിട്ട് എന്ത് സംഭവിക്കപ്പെട്ടു? മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളികളെയും ഓർത്ത് അവർ മാറത്ത് അടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ന്യായത്തിനു വേണ്ടി നിലവിളിച്ചവൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാതെ പിന്നെയും പിന്നെയും അവരെ ഉപദ്രവിക്കുക നിമിത്തം അവരുടെ ശ്രേഷ്ഠമായ മണ്ഡലത്തിൽ ജീവിച്ചു വന്നിരുന്ന പശ്ചാത്തലങ്ങളിൽ ദൈവം തൻ്റെ സന്ദർശനകരമയച്ചിട്ട് ഈ തിന്മ പ്രവർത്തിക്കുന്നവരുടെ മനോഹരമായ വയലുകളും ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടങ്ങളുമൊക്കെ നശിപ്പിക്കുവാനും അവർ മാറത്തടിച്ച് കരയുവാനുമുള്ള കാരണമുണ്ടായി എന്നുള്ളതാണ്. എൻ്റെ ജനത്തിൻ്റെ ദേശത്തെ ഉല്ലാസ നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കത്തക്ക തലത്തിൽ, അരമനകൾ ഉപേക്ഷിച്ച് രാജാക്കന്മാർ ഓടിപ്പോകത്തക്ക തലത്തിൽ ആ ദേശം തകർന്നു പോകുന്നതിന് കാരണമായി തീർന്നു. എന്താണ് ഇവരുടെ വയലുകൾ നശിച്ചത്? എന്താണ് ഇവരുടെ ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടം നശിച്ചു പോയത്? എന്തുകൊണ്ടാണ് സന്തോഷ ഭവനങ്ങളിൽ ദുഃഖം വന്നത്? എന്തുകൊണ്ടാണ് അരമനകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീർന്നത്? എന്തുകൊണ്ടാണ് ഈ തലത്തിൽ ഇവർ നൊമ്പരപ്പെടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ഇത് വ്യക്തമായി 7-ാം വാക്യം പറയുന്നത്, ന്യായത്തിനായി സംസാരിക്കുന്ന ജനത്തിൻ്റെ ആ വാക്കുകൾ കേൾപ്പാൻ മനസ്സില്ലാതെ തിന്മ കൊണ്ടും ദുഷ്ടത കൊണ്ടും നീതിക്ക് വേണ്ടി നിന്നവരെ ഉപദ്രവിച്ചു എന്ന കാരണത്താൽ അവർക്ക് നാശം ഭവിപ്പാനിടയായി തീർന്നു എന്നുള്ളതാണ്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കുക. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർ പ്രാപ്തിയുള്ളതുകൊണ്ട് പുലർക്കുമ്പോൾ തന്നെ അവരത് നടത്തുന്നു. അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു, വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നു എന്ന് തുടങ്ങി അനവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ സ്വാധീനമോ അവരുടെ പണത്തിൻ്റെ പെരുമയോ അവരുടെ അധികാരങ്ങളോ ഒക്കെ ഒരുപക്ഷെ പാവങ്ങളായ സാധുക്കളായ ആളുകളെ ചൂഷണം ചെയ്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളും എന്താണ് ചെയ്തത്? അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. പക്ഷേ 12-ാം വാക്യം നോക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴിയും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. സകലതും നാശത്തിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. ഈ വിഷയം തന്നെയാണ്
ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തി പറയുന്നത്, ദുഷ്ടന്മാർ ദേശത്ത് ഛേദിക്കപ്പെടുവാനിടയാകും. അവർ ഭവനം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് ഉണ്ടാകും. അവരുടെ ദേശത്ത് വലിയ ദുഃഖങ്ങളും വേദനകളും മുറവിളികളും ഉണ്ടാകുവാനിടയായിത്തീരും എന്നോർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടത പ്രവർത്തിച്ച് ദ്രോഹിച്ച് മറ്റുള്ളവർക്ക് തിന്മ ചെയ്ത് നാം നാശത്തിലേക്ക് പോകുന്നവരെ തീരാതെ നമുക്ക് നമ്മെ തന്നെ തിരുത്തിക്കൊണ്ട് ദൈവസന്നിധി ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിന് നമ്മെ ഒരുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദുഷ്ടന്മാരും ദ്രോഹികളുമായി ഞങ്ങൾ സ്വന്തമായി തകർന്നു പോകുന്നവരെ തീരാതെ ഞങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളെ തന്നെ തിരുത്തിക്കൊണ്ട് ദൈവസന്നിധി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.